നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലാഡർ ലോജിക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലേ. അപ്പോൾ ലാഡർ ലോജിക്കിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. എങ്ങനെയാണ് ലാഡർ ലോജിക്കിൻ്റെ റങ്ക് എന്താണ്, റെയിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ കൺട്രോളറിൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതുപോലെ, അതായത് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ലാഡർ ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതനുസരിച്ചുള്ള പ്രോഗ്രാമിങ്ങുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ, PLCയിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയൊക്കെയാണോ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ പറയുന്നത് PLC ലാഡർ ലോജിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ കളക്ഷൻ ഓഫ് മെനി ഇൻസ്ട്രക്ഷൻ സെറ്റ്. To become a programmer in ladder logic, one have know more about the list of the instruction set that can be used at appropriate position. The different ladder logic instructions are follows. അതായത് നമ്മൾ ഒരു ലാഡർ ലോജിക് പ്രോഗ്രാമർ ആവണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് വേണം. ഓക്കെ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പല ഇൻസ്ട്രക്ഷൻ സെറ്റുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുകളെ പല രീതിയിൽ എന്ത് ചെയ്യാണ്. ഇപ്പം നമുക്കറിയാം, ഒരു PLC അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ മൂവ് അല്ലെങ്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ 2 8-ബിറ്റ് നമ്പറിനെ നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ മൂവ് ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മൂവ് എക്സ് ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ജമ്പ് ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 നമ്പറുകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4-5 ഇൻസ്ട്രക്ഷൻസുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ PLCയിൽ നമ്മൾ 4-5 ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഇൻസ്ട്രക്ഷനുകളുടെ കളക്ഷൻ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ജീനിയസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നമുക്ക് ഉള്ളത് എന്നറിയണം. ഓക്കെ, നമ്മുടെ കയ്യിൽ PLC ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്ത് വേണം, നല്ലൊരു ഐഡിയ വേണം. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി വേണം, ഈ ഇൻസ്ട്രക്ഷൻ സെറ്റുകളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഐഡിയയും നമുക്ക് എന്ത് വേണം അല്ലേ. നമുക്ക് എക്സാമ്പിൾ വൈസ് ആയിട്ട് വേണമെങ്കിൽ തന്നെ എല്ലാത്തിനെയും എന്ത് ചെയ്യാം, നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, PLC പ്രോഗ്രാമിംഗ്. ഇതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റുകളിൽ നോർമലി ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഓപ്പൺ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ, നമ്മളിപ്പോൾ നോർമൽ ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമ്പിൾ കാണിച്ചിരിക്കുന്നതാണ് നോർമലി ഓപ്പണിൻ്റെ സിമ്പിൾ. ഇത് ഒരു റെയിലാണ്. അതുപോലെ ഒന്നാമത്തെ റങ്ക് 1-ലാണ് എന്തുള്ളത്, നോർമലി ഓപ്പൺ സ്വിച്ച് ഉള്ളത്. നോർമലി ഓപ്പൺ കോണ്ടാക്ട് ടേൺസ് ഓൺ വെൻ ദ റിലേറ്റഡ് ബിറ്റ് ഈസ് ടേൺ ഓൺ. അതായത് ബിറ്റ് ടേൺ ഓൺ ആകുമ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓൺ ആവും. ഇറ്റ് റെസംബിൾസ് ദ ഫിസിക്കൽ കോണ്ടാക്ട് സ്വിച്ച്. അതായത് ഇത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ഇത് റെയിൽ 1, അതുപോലെ തന്നെ റങ്ക് 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് നമ്മൾ പേര് കൊടുത്തു I.00. ഇതുപോലെ O.00 എന്ന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 ആവുമ്പോൾ, ഈ ഒന്നാമത്തെ ഒന്നാമത്തെ ബിറ്റ് 0 ആവുമ്പോൾ ഔട്ട്പുട്ടും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഇത് 1 ആയി കഴിഞ്ഞാൽ ഇതെന്താവും, ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിയുമ്പോൾ ഇതിലെന്ത് ചെയ്യും, ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെ 1 ആവുമ്പോൾ ഇവിടെ 1 ആവും. ഇതാണ് എന്ന് പറയുന്നത് നോർമലി ഓപ്പണിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ ആണ്. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് ആണ്. ഓക്കെ, നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ
നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ദ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ടേൺ ഓൺ വെൻ ദ റിലേറ്റഡ് ബിറ്റ് ഈസ് ഓഫ്. റിലേറ്റഡ് ബിറ്റ് ഓഫ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടേൺ ഓൺ ആവുന്നത്. ആൾസോ റെസംബിൾ ദ കോണ്ടാക്ട് സ്വിച്ച് ബട്ട് ടേൺ ഓൺ വെൻ ദ റിലേറ്റഡ് ബിറ്റ് ഈസ് ടേൺസ് ഓഫ്. അതായത് ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ റങ്ക് 1 ഇതുപോലെ റെയിൽ 1 റങ്ക് 1 ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതെന്താ വെച്ചാൽ നമ്മളിതിന് പേര് കൊടുത്തു. അഡ്രസ്സ് എല്ലാത്തിനും കൊടുക്കൽ മസ്റ്റാണ്. O'00 അല്ലെങ്കിൽ 00 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ I എന്ന് പറയുന്ന ഇൻപുട്ട് എന്താവുകയാണ്, 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. കാരണം ഔട്ട്പുട്ട് ഉണ്ടാവും, കാരണം ഇതെന്താണ്, നോർമലി ക്ലോസ്ഡ് ആണ്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആവും, കാരണം ഇതെന്താവും, ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടില്ല, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത ഇല്ല. മനസ്സിലായോ? ഇതാണ് എന്ത്, നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്നതിൻ്റെ എന്ത്, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എനർജൈസ് OTE ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടിപ്പിക്കലി ദിസ് ഔട്ട്പുട്ട് എനർജൈസ് ഇൻസ്ട്രക്ഷൻസ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ വിത്ത് XIC ആൻഡ് XIO ഓർ എനി അതർ PLC ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. അതായത് നോർമലി ക്ലോസ്ഡും നോർമലി ഇൻസ്ട്രക്ഷനും പോലെ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസിന് എന്താണ്, കോമ്പിനേഷനാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദ OTE ഇൻസ്ട്രക്ഷൻ വിൽ ബി എനർജൈസ്ഡ് ഇഫ് ദ ലോജിക് പെൻഡിങ് OTE ഇൻസ്ട്രക്ഷൻ ഈസ് വാലിഡ്. അതായത് ഇപ്പോൾ നമ്മൾ OTE ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു നോർമലി ഓപ്പണും ഒരു നോർമലി ക്ലോസ്ഡും കൊടുക്കുകയാണെങ്കിൽ, ഒരു നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്താ സംഭവിക്കുക, ഈ ഔട്ട്പുട്ട് എനർജൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താവണം, ഇത് 1ഉം ഇത് 0യും ആണെങ്കിൽ മാത്രമാണ് ഇതെന്താവുക, 1 ആവുള്ളൂ. ഇത് 0യും ഇത് 1ഉം ആണെങ്കിൽ എന്തല്ല, 0 ആണ്. ഇത് 1ഉം 1ഉം ആണെങ്കിലും എന്താണ്, 0 ആണ്. 0യും 0യും ആണെങ്കിലും എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1ഉം ഇത് 0യും ആവുമ്പോൾ മാത്രമാണ് എന്താവുന്നത്, ഇവിടെ 1 കിട്ടുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എനർജൈസ് ആവുന്നത്. അതായത് ഇതിൻ്റെ നമ്മളെ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുണ്ടാവും ഔട്ട്പുട്ടിൽ വേരിയേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ കുറച്ച് ഇൻസ്ട്രക്ഷൻസാണ്. ഇതിപ്പോൾ ബേസിക് ഇൻസ്ട്രക്ഷനുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പയർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് കമ്പാരിസൺ, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടും ഇതും തമ്മിൽ എന്താ, രണ്ട് ഇൻപുട്ടുകൾ തമ്മിൽ എന്താണ്, ഈക്വൽ ആണോ അല്ലെങ്കിൽ എന്താ, അങ്ങനെയുള്ള കമ്പാരിസൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ചെക്കിംഗ് പെയർസ് ഓഫ് വാല്യൂസ് ഇൻ ലാഡർ ലോജിക് ടു കണ്ടീഷൻ എ റങ് ലോജിക്കൽ കൺസിസ്റ്റൻസി. അതായത് രണ്ട് ഇതിൻ്റെ എന്ത് ചെയ്യുക, ലോജിക്കൽ. അപ്പോൾ നമ്മൾ രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ട് അത് കൂടുതലാണോ, രണ്ടെണ്ണത്തിൻ്റെ ഒന്നിൻ്റെ വാല്യൂ കൂടുതലാണോ കുറവാണോ ഈക്വൽ ആണോ, അങ്ങനെയുള്ള കമ്പാരിസൺ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പയർ ഇൻസ്ട്രക്ഷനുകൾ എന്ന് പറഞ്ഞത്. The instructions for comparison would therefore seldom, if ever, be the last instruction of a rung. There are difficult kind of comparison. Different kinds of comparison instructions are listed below. അതായത് നമ്മൾ എന്താണ്, ലാസ്റ്റ് ഇൻസ്ട്രക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റങ്കിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനിലാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ പലതും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻസ്ട്രക്ഷനാണ്. അതായത് ഇപ്പോൾ സോഴ്സ് എ എന്ന് പറഞ്ഞാൽ N7 ഈസ് ഈക്വൽ ടു 0, N7 ഈസ് ഈക്വൽ ടു 1. ഇൻ ലാഡർ ലോജിക് ദ ഈക്വൽ ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഇഫ് ദ ടു വാല്യൂസ് ആർ ഈക്വൽ. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ലോജിക്കലി ട്രൂ ഇഫ് സോഴ്സ് എ ആൻഡ് സോഴ്സ് ബി ആർ ഈക്വൽ. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ലോജിക്കലി ഫാൾസ് ഇഫ് ദർ ഈസ് വാല്യൂ ഓർ നോട്ട് ഈക്വൽ. അതായത് ഇപ്പോൾ നമ്മളവിടെ ഒരു ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്, വാല്യൂ ചെയ്യാണ്. അത് ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് എന്താവും, 1 ആവും. ഈക്വൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താവും, 0 ആവും. മനസ്സിലായോ? അതായത് ദ ഇൻസ്ട്രക്ഷൻ ഈസ് ലോജിക്കലി ട്രൂ. ട്രൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദ സോഴ്സ് ബി ഈക്വൽ. രണ്ടും ഈക്വൽ ആണ്. രണ്ട് വാല്യൂസ് നമ്മൾ രണ്ട് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താവും, ഔട്ട്പുട്ട് ട്രൂ ആവും.
ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ 1 ആവുക അല്ലെങ്കിൽ യെസ് ആവുക. എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നോട്ട് ഈക്വൽ എന്ന് പറയുന്നത്. നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ദ നോട്ട് ഈക്വൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ ലാഡർ ലോജിക് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ടു വാല്യൂസ് ആർ നോട്ട് ഈക്വൽ. ഇഫ് ദ സോഴ്സ് എ ആൻഡ് സോഴ്സ് ബി ആർ നോട്ട് ഈക്വൽ ദ ഇൻസ്ട്രക്ഷൻ ലോജിക്കലി ട്രൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഔട്ട്പുട്ട് രണ്ട് വാല്യൂസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ യെസ് ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, നോട്ട് ഈക്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതേ റങ്കിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഈക്വൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലെസ് ദാൻ ഇൻസ്ട്രക്ഷൻ ലാഡർ ലോജിക് ലെസ് ദാൻ LES ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ടു ചെക്ക് one value source A is less than another source B. When the source A is less than the value of source B, the instruction is logically true. നമ്മൾ ഇത് ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു പറഞ്ഞതുപോലെ തന്നെ ലെസ് ദാൻ ആണോ എന്നാണ് നോക്കുന്നത്. അതായത് ചെറുതാണോ, എയിലുള്ള വാല്യൂ ബിയിലുള്ള വാല്യൂവിനേക്കാൾ ചെറുതാണോ, ആണെങ്കിൽ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ലെസ് ദാൻ എയിലുള്ളത് ബീനേക്കാളും ചെറുതാണെങ്കിൽ ഈക്വൽ ടു വരെ നോക്കൂല. കാരണം എന്താ വെച്ചാൽ രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ വരെ എന്താണ്, ഫാൾസ് ആയിരിക്കും. ഓക്കെ, ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം 5 ആണ് എയിലുള്ള വാല്യൂ വിചാരിച്ചാൽ 4, 3, 2, 0 ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. 5 തന്നെയാണ് എന്നുണ്ടെങ്കിൽ കൂടി എന്തായിരിക്കും, നമ്മൾ ഫാൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ലെസ് ദാൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സ് എയിലുള്ള വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ആണ് എന്നുണ്ടെങ്കിൽ 5 അതിൽ താഴെയുള്ളതോ ആയ വാല്യൂസ്, അതായത് 5 ആണെങ്കിലും ട്രൂ ആയിരിക്കും. നേരത്തെ 5 ആണെങ്കിൽ ട്രൂ ആയിരുന്നില്ല, 4, 3 ഒക്കെ ആണെങ്കിൽ എന്താണ് ട്രൂ ആയിരുന്നത്. ഇത് 5 ആണെങ്കിലും 4 ആണെങ്കിലും 3 ആണെങ്കിലും 2 ആണെങ്കിലും 1 ആണെങ്കിലും 0 ആണെങ്കിലും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്ന എന്തിനെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഇൻസ്ട്രക്ഷൻ, അതായത് വലുതാണെങ്കിൽ എന്താവും, ട്രൂ ആവും. ചെറുതാണെങ്കിൽ, ചെറുതോ ഈക്വലോ ആണെങ്കിൽ എന്താവും, ഫാൾസ് ആയിരിക്കും. അതായത് ഇപ്പം 5 ആണെങ്കിൽ 6, 7, 8, 9 ഒക്കെ ആണെങ്കിൽ മാത്രം എന്താവും, ട്രൂ ആവും. 5, 4, 3, 2 ഒക്കെ ആണെങ്കിൽ എന്താവും, ഫാൾസ് ആയിരിക്കും. അതാണ് ഗ്രേറ്റർ ദാൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, GEQ എന്ന് പറയും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 5 ആണെന്നുണ്ടെങ്കിൽ 5, 6, 7, 8, 9 ഒക്കെ ആണെങ്കിൽ എന്താവും, ട്രൂ ആവും. 4, 3, 2, 1 ഒക്കെ ആണെങ്കിൽ എന്താവും, ഫാൾസ് ആയിരിക്കും. അതായത് 5 ഒന്നുകിൽ ഈക്വൽ ആവണം അല്ലെങ്കിൽ 5നേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ ആണ് എന്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജമ്പ് ഇൻസ്ട്രക്ഷനാണ്. ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് പോർഷൻ ഓഫ് ദ ലാഡർ പ്രോഗ്രാം. ജമ്പിങ് ടു ദ ലേബൽ സേവ്സ് ദ സ്കാനിങ് ടൈം ഓഫ് ദ പ്രോഗ്രാം ബൈ omitting a segment of a program until necessary. Jumping backwards allows the controller to repeatedly execute the program segments. അതായത് ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്തിന് യൂസ് ചെയ്തതാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. മൈക്രോ കൺട്രോളറിൽ നമ്മൾ യൂസ് ചെയ്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്, ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ നിർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ റങ്കിൽ നമ്മളൊരു ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ജമ്പ് 1 എന്ന് നമ്മൾ 8ാമത്തെ റങ്കിലാണ് കൊടുത്തത് വെച്ചാൽ രണ്ടാമത്തെ റങ്കിൽ നിന്നും 3, 4, 5, 6, 7 കഴിഞ്ഞ് നേരെ എന്തിലേക്ക് ജമ്പ് ചെയ്യാണ്, 8ലേക്ക് ജമ്പ് ചെയ്യാണ്. ആ 8ൽ നിന്നും ജമ്പ് ബാക്കും ചെയ്യും നമുക്ക് വേണമെങ്കിൽ. നമ്മൾ എവിടേക്കാണ് അവിടെ ജമ്പ് വേറെ 5 എന്ന് കൊടുത്തിട്ട് നമ്മളത് 3ാമത്തെ റങ്കിൽ കൊടുത്തണമെങ്കിൽ 2ാമത്തെ റങ്കിൽ നിന്നും
ജമ്പ് ചെയ്ത് 8ാമത്തെ റങ്കിലേക്ക് വരികയും 8ാമത്തെ റങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആയാൽ അതിനെ റിട്ടേൺ ജമ്പിൽ നമുക്ക് എന്തിലേക്ക് പോകാനും പറ്റും? 3ാമത്തെ റങ്കിലേക്ക് പോകാനും പറ്റും. അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവ് ഇൻസ്ട്രക്ഷനാണ്. മൂവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് move instruction is used to move a source value to a destination location. As long as the rung remains true, the instruction move to data each scan. The parameter entered in the source will be address of a data you wanted to move. The destination is the address where instruction move the data. അതായത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻസ്, അതായത് ഡാറ്റേനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഒരു സെപ്പറേറ്റ് ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൂവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂവിനെ പല ടൈപ്പിലും നമുക്ക് എന്ത് ചെയ്യാം? ആസ് ലോങ് ആസ് ദ റങ്ക് റിമെയിൻസ് ട്രൂ ദ ഇൻസ്ട്രക്ഷൻസ് മൂവ് ഡാറ്റ ഈച്ച് സ്കാൻ. അതായത് ഓരോ സ്കാനിങ്ങിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുനിന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ റങ്ക് ഇൻസ്ട്രക്ഷൻ എന്താണോ നമ്മൾ അതിപ്പോൾ ഈക്വൽ ആകുമ്പോൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ആകുമ്പോൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ട്രൂ ആകുമ്പോൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഫാൾസ് ആകുമ്പോൾ മൂവ് ചെയ്യണം. ഏത് ഇൻസ്ട്രക്ഷനാണോ അവിടെ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലുള്ള വാല്യൂവിനെ അല്ലെങ്കിൽ ഡാറ്റേനെ അല്ലെങ്കിൽ സോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റങ്കിൽ നിന്ന് വേറൊരു റങ്കിലേക്കോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇനി കുറച്ചും കൂടി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് എനേബിൾ ആവുന്നത് ഡിസേബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോഗ്രാമിങ്ങിലേക്ക് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ.